ഡ്രൈവർ, വണ്ടി ബീച്ചിലേക്ക് വിടും. സിന്ധു, എന്നെ ഒന്ന് കടൽ തീരത്തേക്ക് കൊണ്ടുപോകാം. ഇതല്പം അതിൽ കടന്ന് കൈയായി പോയെന്ന് എനിക്കറിയാം. ഇതുവരെ കൂട്ടില്ലാതിരുന്നവനാണ് ഞാൻ. ഒറ്റപ്പെട്ടവനെന്നൊരു തോന്നലായിരുന്നു. ഇപ്പോ എനിക്കൊരു കൂട്ടുകാരിയെ കിട്ടി. തിരമാലകളോടൊത്ത് കളിക്കുന്നത് എനിക്ക് എന്ത് ഇഷ്ടമാണെന്ന്. ഇരിക്കൂ. ഉദയാസ്തമയങ്ങളും നിലാവും നക്ഷത്രങ്ങളും മഴവില്ലും. സിന്ധു, എന്തെന്ത് സൗന്ദര്യങ്ങളാണ് ഈ ഭൂമിയിൽ. സിന്ധുവിന് സംസാരിക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ സിന്ധുവിന്റെ കണ്ണുകളിലൂടെ ഈ പ്രകൃതി സൗന്ദര്യം മുഴുവൻ ഞാൻ ആസ്വദിക്കുമായിരുന്നു. പക്ഷെ മറ്റൊന്നും കണ്ടില്ലെങ്കിലും സിന്ധുവിനെ എനിക്കൊന്ന് കണ്ടാൽ മതിയായിരുന്നു. സിന്ധുവിനോട് ഞാനൊരു കാര്യം പറയട്ടെ. എന്നെ വെറുക്കരുത്. എന്നോടൊന്നും തോന്നുകയും വരുത്. എനിക്ക് സിന്ധുവിന് ഇഷ്ടമാണ്. സിന്ധുവിന് എന്നെ ഇഷ്ടമാണ്. ആണെങ്കിൽ ഈ കയ്യിലൊന്ന് തൊടും. മോനെ, അമ്മ, മോനെ, കൊള്ളാവോ മോനെ? അടുത്ത മാസം ശമ്പളം കിട്ടുമ്പോ അമ്മ മോനൊരു നല്ല സമ്മാനം വാങ്ങിച്ചു തരും കേട്ടോ. എനിക്കറിയാമല്ലോ. എന്നാണതെന്താ? എനിക്ക് അമ്മ നിനക്ക്? എനിക്ക് ഒരു അനിയത്തി തരാമോ? വസന്തനും സുരേഷിനും ജോണിക്കും ഒക്കെ അനിയത്തിമാരുണ്ട്. എനിക്ക് മാത്രമല്ലല്ലോ. അടുത്ത മാസം അമ്മ എനിക്കൊരു അനിയത്തിയെ തരാമോ? പോടാ. ഞാൻ അന്നേ പറഞ്ഞതാ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന്. ഇത് റോസാ പൂവല്ലേ? ജമന്തിപ്പൂ. ഇത് മുല്ലപ്പൂ. എന്ത് നല്ല മണമാണല്ലേ മുല്ലപ്പൂവിന്. എനിക്ക് പൂക്കൾ എന്ത് ഇഷ്ടമാണെന്ന്. നല്ല ഭംഗിയാണല്ലേ പൂക്കളെ കാണാൻ. സിന്ധു ഭാഗ്യവതിയാണ്. സിന്ധുവിന് എല്ലാം കാണാമല്ലോ. എന്റെ മുമ്പിൽ വെറും ഇരുട്ട് മാത്രം. ആ ഇരുട്ടിനപ്പുറത്തുള്ള എന്റെ സിന്ധുവിനെ ഒന്ന് കാണാൻ ഒരു കണ്ണെങ്കിലും എനിക്കുണ്ടായിരുന്നെങ്കിൽ.
ഡാഡിയുടെ ഒരു ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. എവിടെ വെച്ച്? ഡാഡിയുടെ ഒരു ഫോട്ടോ അമ്മ എന്നും ഉറങ്ങാൻ നേരത്തെ എടുത്തു നോക്കും. മൈക്ക് പിടിച്ചിരിക്കുന്ന ഫോട്ടോ. ഓ, അത് ഡാഡി ഗാനമേളയ്ക്ക് പാടിയപ്പോ എടുത്ത ഫോട്ടോയാണ്. അന്ന് ഡാഡിക്ക് പാടാൻ കഴിഞ്ഞില്ല, ഭയങ്കര ചുമയായിരുന്നു. ഡാഡി, ഞാൻ ഇവിടെ വന്നത് അമ്മ അറിയാൻ പാടില്ല കേട്ടോ. ഇല്ല മോൻ, ഡാഡി പറയില്ല. മതി. എന്തിനാ ഡാഡി ഈ മണി? ഇത് മോന്റെ സിന്ധു ആന്റിക്ക് ഡാഡിയെ വിളിക്കാൻ. ആന്റിക്ക് സംസാരിക്കാൻ കഴിയില്ലല്ലോ. ഡാഡിയെ വിളിക്കാൻ ഇങ്ങനെ അടിക്കോ? ആ, ആന്റി 1 മണി അടിച്ചാൽ പതുക്കെ ചെല്ലണം, 2 മണി അടിച്ചാൽ മോൻ ഓടിച്ചെല്ലണം. 3 മണി അടിച്ചാലോ? അടിക്കേണ്ടി വരില്ല മോനെ, അതിനുമ്പേ ഡാഡി ഓടിയെത്തൂലേ. സിന്ധു, സിന്ധു, നല്ല ഐശ്വര്യമുള്ള കുട്ടി, നല്ല കുടുംബവും. മോനെ, കാഴ്ചയില്ലെങ്കിലും നിന്റെ കണ്ടുപിടുത്ത അസലായി. മോളെ, അച്ഛനും മകനുമാണെങ്കിലും ഞങ്ങൾ തമ്മിൽ സുഹൃത്തുക്കളെ പോലെ അല്ല, സുഹൃത്തുക്കൾ തന്നെയാണ്. അല്ലടാ മോനെ? യെസ് മൈ ഡിയർ ഫ്രണ്ട്. ഓടാ അവിടുന്ന്. അച്ഛാ, സിന്ധു താമസിയാതെ സംസാരിക്കും. സംസാരിച്ചാലും ഇല്ലെങ്കിലും ഇവള് തന്നെയാ എന്റെ മരുമകള്. നിന്റെ ഇഷ്ടങ്ങൾക്കെതിരായി ഈ അച്ഛന് മറ്റൊന്നുമില്ല. ഇന്നീ കാണുന്നതെല്ലാം ഞാൻ സമ്പാദിച്ചു കൂട്ടിയിരിക്കുന്നത് ഇവന് വേണ്ടി മാത്രമാണ് മോളെ. ആ, ഉടനെ തന്നെ രവിയെ കാണാൻ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്.